ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ ആണ് 2nd of August. അപ്പോൾ ഞാൻ ഇന്ന് സർപ്രൈസായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ശ്രീകുട്ടനെ കൊണ്ട് പോകാൻ പോവാണ് ലുലുവിലോട്ട്. ഞാൻ ആക്ച്വലി വെറുതെ ലുലുവിലോട്ട് പോകാം ഒന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട്. ഇത് ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നതെന്ന് യാതൊരു ഐഡിയയും പുള്ളിക്കാരിക്കില്ല. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഞാൻ 3 ഓപ്ഷൻസ് കൊടുക്കും. അപ്പോൾ ആ ഓപ്ഷൻസ് ശ്രീകുട്ട സെലക്ട് ചെയ്യണതിൻ്റെ ബേസിസിലാണ് ഓരോ ഷോപ്സിൽ പോയി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മേടിക്കുന്നത്, എന്നാണ് ഇന്നത്തെ ദിവസം എന്നൊക്കെയുള്ളത് നമുക്ക് കാണാം. ഗായ്സ്, എനിക്ക് ചിലതൊക്കെ ഇവിടെ പറയാനുണ്ട്. ഞാനിവിടെ കൊണ്ടുവന്നത് വേറൊരു പരിപാടിക്കാണ്. പക്ഷെ വേറെ ചിലർ വേറെ പരിപാടിയായിട്ട് പുതുതായിട്ട് ഗസിൻ്റെ ഷോറൂം തുറന്നപ്പോൾ ആ വഴി അങ്ങ് പോയി സെൽഫ് ഗിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. കാണിക്കേ അത് വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. അപ്പം ഞങ്ങളുടെ പരിപാടി ഇപ്പോൾ തുടങ്ങാൻ പോകണം. അപ്പോൾ ആക്ച്വലി ശ്രീകുട്ടൻ നമ്മളിവിടെ വന്നത് തൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ ഒരു കരുതിയാണ് വന്നത്. അപ്പോൾ ആ കൊച്ച് സ്വന്തമായിട്ട് ഗിഫ്റ്റ് എടുത്ത് പോയി. ഓക്കെ, ഞാനപ്പം കുറച്ച് 3 ഓപ്ഷൻസ് തരും. അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ താൻ സെലക്ട് ചെയ്യണം. ഓക്കെ, ഈ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലത്തെ പരിപാടി. അപ്പോൾ അതിൽ സെലക്ട് ചെയ്യണം എവിടെയാണോ താൻ തൊടുന്നത് അവിടോട്ടാണ് പോകേണ്ടത്. അവിടെ ചെന്ന് എനിക്ക് ഇഷ്ടമുള്ള മേടിക്കാം. എടുക്കാതെ ഇരുന്നിട്ട് ഇപ്പം എങ്ങോട്ട് നോക്കണമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എന്നെ കാണിക്കത്തില്ല, ശ്രീകുട്ടൻ്റെ എക്സ്പ്രഷൻ മാത്രമായിരിക്കും. ഇതുപോലത്തെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ആക്ച്വലി എൻ്റെ ഗിഫ്റ്റ് അല്ല, പുള്ളിക്കാരി സ്വന്തമായി മേടിച്ച സാധനമാണ്. പക്ഷേ ഇനി എൻ്റെ ഗിഫ്റ്റ് ഞാൻ ഇനിയെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ശ്രീകുട്ടൻ സെലക്ട് ചെയ്യൂ ഗൈസ്. നോക്കാൻ പറ്റില്ലേ? പക്ഷെ ഇതെന്താ? എനിക്കറിയാം, കോഫി ആണെങ്കിൽ സ്റ്റാർബക്സ് ആയിരിക്കും. കുഴപ്പമില്ല, എനിക്ക് അവിടുത്തെ മറ്റേ അത് ഇഷ്ടമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി കുടിച്ചേ ഏതാ? ഹോട്ട് ചോക്ലേറ്റ്. അത് ഇഷ്ടമാണ്. ഓക്കെ, എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് വിടാം. താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ കോസ്റ്റ കോഫിയാണ്. ഹാപ്പിനെസ് കാണിക്കൂ ശ്രീകുട്ടൻ. ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഉള്ളിൽ ഓ ശരിടാ. ഇന്ന് ഗസ്റ്റിൻ്റെ ഒക്കെ ബാഗ് എടുക്കുന്ന ഉള്ളിൽ ഭയങ്കര സന്തോഷം. ഹലോ മാഡം, എടുക്കൂ. ഷുഗർ, ഭയങ്കര ഷുഗറാ. ഇവിടെ പോലും ബ്രൗൺ ഷുഗറാണ്. ഇവിടെ മറ്റേ നോർമൽ ഷുഗറും വെച്ച് നടന്നോടോ. ഇതിപ്പോ എങ്ങനെയായി? ഇതിപ്പോ എന്നെ എന്തിനാ പറയുന്നേ? ഞാൻ അങ്ങനെ 10 പറയും. കൊള്ളാം. എന്റെ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ എടുത്തിട്ടില്ല അല്ലേ ബാഗിൽ? ഇല്ല. അവളെല്ലാം കഴിച്ചിട്ട് പോയി നടന്നോ? അയ്യോ, ഞാനത് മറന്നുപോയി. അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയാം. എന്ത് ഇതാണെന്നറിയാം. ആക്ച്വലി എനിക്ക് ഈ ഷർട്ടും ഈ ഹെയർ സ്റ്റൈലും കൊള്ളാം. ഞാൻ ഇത് കഴിച്ചാലോ എന്ന് ആലോചിച്ചു. ഇല്ല, അയക്കണ്ട, ഇങ്ങനെ കൊള്ളാം. ഇത് ഇട്ട് തീരത്തില്ലേ? ടേസ്റ്റ് ഒക്കെ ഓക്കെ ചേച്ചി. ഇതെന്ത് കോഫി മാത്രമേ മേടിച്ചോളൂ, വേറൊന്നും വേണ്ടേ? ഇത് ആക്ച്വലി കോഫി അല്ല, ഇത് ഹോട്ട് ചോക്ലേറ്റാ. അതുപോലെ ഈ ഉണ്ടാവ് കുടിച്ച് തീരുമ്പോൾ എൻ്റെ വയറിൻ്റെ സ്ഥലം ഒന്ന് ആലോചിച്ചു. സ്ഥലം ഉണ്ടാവില്ല. ഇനി അടുത്ത തീറ്റ സാധനം തിന്നാനുള്ളതാ. പക്ഷെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ 2 കേക്ക് കഴിച്ചിട്ട് അത് ഒരെണ്ണം അല്ലേ ഷെയർ ചെയ്ത് കഴിച്ചത്, ബാക്കി കൊണ്ടുപോയി. ശരിയാണ്. ഒന്നും കഴിക്കാൻ പറ്റാത്തത് മേടിക്കാൻ പാടില്ല. വയറിന് നോക്കി. അയ്യോ, എന്തൊരു പൈസ സേവ് ചെയ്യുന്ന ആളാണെന്ന് നോക്കിക്കേ. അത് മാത്രമല്ല, ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അതെ, ശരിടാ. ഇത് കഞ്ഞിയല്ല. അതാണ് കഞ്ഞി കുടിക്കണമല്ലോ.
ഞാനിയുടെ സ്പൂണ് പോലുണ്ട്. സ്റ്റൈലൊക്കെ കുടിക്കുക. വേറെയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് റിലേ പോയിരിക്കുന്ന മനുഷ്യർ അവിടെ ഫുൾ കാലിയാക്കി. ഞാനും കൂടെ ചേർത്ത് സഹായിച്ചു. ഓക്കെ, അടുത്തതിന് പോകുന്നതിനെ പറ്റി വല്ല പ്ലാൻ? എന്താവണമെന്നാണ് ആഗ്രഹം? താനായതുകൊണ്ട് എനിക്ക് തരുന്നത് കൊണ്ട് ചിലപ്പോൾ ഡ്രസ്സായിരിക്കും. ഓക്കെ, അപ്പം ഗൈസ്, നിങ്ങളാണ് ആദ്യം കാണുന്നത്. ഇതിലേത് സെലക്ട് ചെയ്യും? അവിടെയൊക്കെയാണ് നമ്മളടുത്ത പോകുന്നത്. മറ്റേതുണ്ടോ നോക്കട്ടെ. ലുലു ഫാഷൻ. ഓക്കെ, പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ ബസ് സൈഡിലേക്ക് പോവുകയാണ്. മോൺസിക്കുട്ടൻ, നമുക്ക് പോവാം. ഓക്കെ, നമ്മളതിൽ കയറാൻ പോവാണ്. ശ്രീകുട്ടൻ, എങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? കാണിക്കേ. ഇല്ല, അത് അടുത്ത വീഡിയോയിൽ വരും. ഓക്കെ, സോ അപ്പോൾ ഒരു കൊച്ചു ബാക്കിൽ നല്ലതായിട്ട് ശ്രമിക്കുന്നുണ്ട് ക്യാമറ കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് സെലക്ട് ചെയ്യും. ഇതാണ് ഗൈസ്, ശ്രീയുടെ സെലക്ട് ചെയ്യും. എനി ഗസ്? സെലക്ട്. മേക്കപ്പ് ആണെന്ന്. മേക്കപ്പ് പ്രോഡക്ട്സ്. സ്കിൻ കെയർ പ്രോഡക്റ്റ്. അതെനിക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സ്കിൻ കെയർ ഇല്ല, അപ്പോൾ മേക്കപ്പാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ മേക്കപ്പ് ആണ് നമുക്ക് ഇവിടെ പോണ്ടേ? അത് ഏത് കട വേണമെങ്കിലും ഇവിടെ ഉള്ളത് എടുക്കാം. മേക്കപ്പ് മേക്കപ്പ് മുകളിലില്ലല്ലോ. മേക്കപ്പ് മുകളിൽ ഇല്ല. ഇപ്പം ഇവിടെ ഷോപ്പ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യും? ഏതാന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവർ വെയിറ്റ് ചെയ്യണം. നമുക്ക് അവിടെ പോയി അവരെ മെയിലാക്കി. ഓക്കെ, ഇപ്പം ഇയാളുടെ എനിക്ക് തലവേദന എടുക്കുന്നു ഗൈസ്. ഒരു ഹോട്ട് ചോക്ലേറ്റ് അകത്താക്കിയിട്ട് മതി. ഒരെണ്ണം ഞാൻ അകത്താക്കിയില്ല, കുറച്ച് അകത്താക്കിയോ. എന്നാലും ഹാപ്പിയാണോ ഇതുവരെയുള്ള പർച്ചേസ് വെച്ച്? അടിപൊളിയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണോ? അങ്ങനെ നമ്മൾ ആരെങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഇതിന് മുന്നേ. ഓ, അതിൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷമാണ്. അതാ ഞാനാണ് റീലല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ഇത് ബ്യൂട്ടി ആൻഡ് ന്യൂട്രി. ഓക്കെ, യാനി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ യാനിയെ നമ്മൾ ഒതുക്കിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നതാണ്. മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ മേടിച്ച് ഞങ്ങൾ ഇതേ മുകളിൽ പോകുന്നു. അപ്പോൾ സോ ഫാർ സോ ഗുഡ് എന്നാണ് ശ്രീകുട്ടൻ പറയുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ നല്ല ഡള്ളായി. എനിക്ക് കണ്ടോ നല്ല വിഷമമുണ്ട്, തലവേദന എടുക്കുന്നു. പൈസ പോയതിൻ്റെ വിഷമം. ഓക്കെ, നമുക്ക് യാനിയെ ഒതുക്കിയിട്ട് വരാം. ഞാനീ കൊള്ളാവോ? ഒരു ഹായ് തരുമോ? തണുപ്പില്ലേ?
അതിന് നേരമൊന്നുമില്ല. അമ്മാമ്മ എന്തൊക്കെ കഴിച്ചു? അമ്മാമ്മ എന്തൊക്കെ കഴിച്ചു? ചോക്ലേറ്റ് എന്തോന്ന്? ചോക്ലേറ്റ് എന്തോന്ന്? കേക്കോ? കോഫി? ആ കേക്ക്. ആ അമ്മ കഴിച്ചില്ലേ? ആ അമ്മ ഞാനോട് അയ്യോ ബഹളം തുടങ്ങി. വീഴുവേ ഞാൻ ബാക്കിലോട്ട് സൂക്ഷിച്ച്. അയ്യേ പൊട്ട് വിടും, ഇതിന്റെ കൂടെ കൊള്ളത്തില്ല. അമ്മ ഞാൻ ചോദിച്ചേ, ഞാനീ അമ്മ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അമ്മ പറഞ്ഞാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എണീറ്റപ്പോഴത്തേക്കും? അപ്പൊ നമ്മൾ വസന്ത് ഭവനിലെത്തിയിട്ടുണ്ട്. ഞാനീ സൂപ്പർ. Come on, Sigudan. അപ്പൊ ഗൈസ് ഇതാണ് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഔട്ട്ഫിറ്റ്, നമ്മുടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് ആദ്യം കാണിക്കൂ. ഇതാണ് എന്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. എന്റെ ഹസ്ബൻഡ് തന്നെ മേടിച്ചു തന്നു. ഇതൊരു ആക്രാന്തം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ മേടിച്ച ആള് പൈസ വെച്ചിട്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ഇല്ല, എനിക്ക് ഇത്രയും കാലം ഇല്ലാത്ത. ഒന്നും കാണുന്നില്ല, ഞങ്ങളെല്ലാം കാണിക്കൂ. ഓപ്പൺ ആക്കട്ടെ. കണ്ടോ? വേണ്ട, അത് മതി. നല്ല അടിപൊളി ഡ്രസ്സാണല്ലോ. ഇത് ഫുൾ ലെങ്ത് ആണോ? ഫുൾ ലെങ്ത് ആണ്. ഇനി അടുത്തത് ഏതാണ്? ടോട്ട് മേടിച്ചതാണോ? യെസ്, എന്റെ ഗിഫ്റ്റ്. ടോട്ട് ഇങ്ങനെ കുറേ സാധനം. ഇത് അതിനാണ്. നൈക്കിന്ന് 3 നെയിൽ പോളിഷ് മേടിച്ചാണ്. ഏതൊക്കെ കളറാ? എനിക്ക് ഒരെണ്ണം മതിയായിരുന്നു. അപ്പൊ അവര് ഒരെണ്ണം എന്ത് വൈറ്റ് ഗെറ്റ് 1 ഫ്രീ ഓഫർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല, കാരണം അത്രയും ഷെയ്ഡൊന്നും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല പഴയതുപോലെ. അപ്പൊ അവിടുത്തെ ചേച്ചി നമ്മളെ വിടത്തില്ല, വാങ്ങിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മേടിച്ചു. ഇത് കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കും ഹോണർ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡും, അതാണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് കാജൽ കെ ബ്യൂട്ടിയുടെ തന്നെ. ഇത് രണ്ടും മേടിച്ചു. ഇതൊക്കെ ചോട്ടുവിന്റെ ഗിഫ്റ്റാ. പിന്നെ ഒരു ഡ്രസ് ഉണ്ട്. ഇത് മെൻസിന്റെ കിഡ് സെക്ഷനിൽ നിന്ന് മേടിച്ച ഷർട്ടാണ്. അതെ, കാരണം നമുക്ക് എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാം. അതെ, എല്ലാവർക്കും അല്ല, തന്നെ പോലത്തെ ആൾക്കാർക്ക്. കാരണം എനിക്കെല്ലാം കിഡ്സിന്റെ സെക്ഷനിൽ നിന്നാണ് കറക്റ്റ് കിട്ടുന്നത് സൈസൊക്കെ. അത് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. എല്ലാവരും കിട്ടും, പക്ഷെ എന്നാലും ഇല്ലേ കുറച്ച് എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യണ കിഡ്സിന്റെ സെക്ഷനാണ്. ഭയങ്കര വെറൈറ്റി. നമ്മൾ ഇന്നലെ ഒരു വൈറ്റ് നോക്കിയപ്പോഴും ഒരു വൈറ്റ് ലെനിന്റെ പോലത്തെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. ആ ഷർട്ടും നല്ലായിരുന്നു. കിഡ്സിന് അടിപൊളി ട്രെൻഡി സാധനം. ഇത് സൈസ് വന്നിട്ട് 9 to 10 years. അതെ, ഇപ്പോഴും 10 വയസ്സേ ആയോളൂ. അപ്പൊ അന്റെ 10 വയസ്സിലേക്ക് ചാടി പെട്ടെന്ന്. അടുത്തതും 10 to 11 years. ഇതിങ്ങനെ എടുത്ത് പറയണ്ട, ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് 29 വയസ്സിന്റെ ബർത്ത്ഡേക്ക് മേടിക്കുന്ന സാധനങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ കൊച്ചുകുട്ടിയെ പോലെ. ശരിടാ. ഇത് നല്ല മെറ്റീരിയല്, നല്ല മെറ്റീരിയൽ. ഇനി അടുത്തത് ഒരു കോട്ട് സെറ്റ്. അതെ, ഒരു എയർപോർട്ട് ലുക്കിലുള്ള കോട്ട് സെറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷെ അവര് നമ്മൾ എടുത്ത സ്ഥലം വന്നിട്ട് നൈറ്റ് ഡ്രസ്സിന്റെ അവിടെ നിന്നാണ്. പക്ഷെ നല്ല ലുക്കാണ് ഇത്. ഞാനത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇതാണ് ഇപ്പൊ ആൾക്കാര് ചെയ്യണേ ഇടുന്നത്. പക്ഷെ അത് നല്ല സുഖമുള്ള മെറ്റീരിയൽ, പുറത്തിടുന്ന മെറ്റീരിയൽ. അതെ, നല്ല ഒരു വൈഡ് ലെങ്ത് സ്ട്രൈറ്റ് ഫിറ്റ് പാൻസ്.
ഭയങ്കര സുഖം കേട്ടോ. നീ മിക്കവാറും ശ്രീകുട്ടകത്ത് കിട്ടി കിടന്നുറക്കും. അതെ. ഇനി അച്ഛൻ മേടിച്ച ഒരു ചെരുപ്പോ, അച്ഛൻ മേടിച്ചത് അച്ഛൻ എനിക്ക് പൈസ തന്നു. അപ്പൊ ഞാൻ പോയി ഇതുപോലെ വെബ്സൈറ്റിൽ നിന്ന് വെച്ചു. എന്റെ ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആയിട്ട് നല്ല രീതിയിൽ പോവുമല്ലോ. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ട വെച്ച. പിന്നെ ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തൊരു ബാഗുണ്ട്. അത് ഞാൻ വീഡിയോയില് പറഞ്ഞു. അതെ, എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ പോയപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് മേടിച്ച. അറിയണില്ലല്ലോ ഇയാൾ എവിടെ പോണോന്ന് പറഞ്ഞ് ഞാൻ വന്നു. അപ്പൊ ഗസ്റ്റിന്റെ ഷോറൂം ഞാൻ കണ്ടില്ല ഓപ്പൺ ആയത്. അപ്പൊ വെറുതെ കയറി നോക്കിയതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെയാണ് ഞാൻ മിക്ക സാധനം മേടിക്കണം. അതെ, ഇതിന്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കും സൈഡില്. ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്ന. ഓക്കെ ഓക്കെ. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അല്ല, കമ്പാർട്ട്മെന്റ് ഉണ്ട്. അമ്മ വയ്ക്കണം. അത് ഈ കമ്പനിയാണോ? അത് വേറെ വാട്സാപ്പ് ചെയ്യുമായിരിക്കും. ചെയ്തു കാണാത്തതോ? ഇത് മറ്റേ ഞാനീ കാണണ്ട പഞ്ചസാര വിചാരിച്ചിട്ട് നമുക്ക് പണി തരും. അത് തന്നെ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. വേറെ ഇനി പരിപാടികളൊന്നുമില്ല. ഇനി കേക്ക് കട്ടിങ് ഇതിന് ശേഷമാണോ ഇതിന് മുന്നേ ആണോ ഇടണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടാണ് തോന്നുന്നു. ഇത് കൂടാണ്ട് അമ്മയും കൂടി ഞങ്ങൾക്ക് ട്രീറ്റ് തന്നിട്ടുണ്ടായിരുന്നു വസന്ത ഭവനിൽ വെച്ചിട്ട്. അതെ, യമ്മി ദോശ. അടിപൊളി ദോശയും. പക്ഷെ എനിക്ക് മര്യാദ കഴിക്കാൻ പറ്റിയില്ലേ. ഞാൻ അവിടെ നിന്ന് എന്റെ വട എടുക്കുന്നു, ചമ്മന്തി എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു. എല്ലാ ചമ്മന്തിയും മറ്റേ ഗ്രീനും ഓറഞ്ചും വെള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. അതല്ലാണ്ട് നല്ല ഫുഡായിരുന്നു. പിന്നെന്തുവാ, പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 2 ആണ്. അപ്പൊ അന്ന് ഞങ്ങൾ എല്ലാരും കൂടി വൈകിട്ട് പോയി ജസ്റ്റ് ഏതെങ്കിലും ഹോട്ടലിൽ പോയി കേക്ക് കട്ടി ഫുഡ് കഴിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഞാൻ ഓഗസ്റ്റ് 2 ആവാൻ കാത്തിരിക്കുകയാണ്. അതെ അതെ. എനിക്ക് എല്ലാ വർഷവും ബർത്ത്ഡേ ആകാൻ, അതെല്ലാവർക്കും ഇങ്ങനെയാണല്ലോ. ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടല്ലോ. പക്ഷെ എന്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ കുളമായി പോയി. അതായത് ഞാനിക്ക് രാവിലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും ഒരു വല്ലാത്ത വയറുവേദന. അപ്പൊ 1.5 വയസ്സായിട്ടുള്ളൂ. വല്ലാത്തൊരു വയറുവേദനയും കരച്ചില്. അങ്ങനെ രാത്രി ഞാൻ എന്റെ ബർത്ത്ഡേ ആവുന്ന രാത്രിയില് ആള് ഭയങ്കര കരച്ചില്. എന്ത് കാര്യം, ഒരു പ്രശ്നമില്ല, പക്ഷെ നിർത്തണില്ല. എന്തോ ഗ്യാസിന്റെ പ്രശ്നം വന്നിട്ട് ഞങ്ങൾ അവസാനം രാത്രി നിർത്തണേ ഇല്ല. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ അവർക്ക് എന്താണെന്ന് അറിയണില്ല. പിന്നെ തൃശ്ശൂർ വെച്ചായിരുന്നു. അപ്പം ഞങ്ങൾ വേറെ മദർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയപ്പം ഒരു സിറപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഓക്കെ ആയി. പക്ഷെ ആ 1.5-2 മണിക്കൂർ അടുപ്പിച്ച് കാരണം അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർക്ക് അറിയണില്ല. അവർ കുറേ നേരം ഇരുത്തിയിരുന്ന് എന്താ കുഞ്ഞു കരയണേ അവർക്ക് അറിയണില്ല പോലും. പിന്നെ അത് കഴിഞ്ഞ് അപ്പം ഞാൻ കരച്ചിലും ബഹളം. ഞാൻ നോർമൽ അല്ലാത്ത എന്താ അവസ്ഥയിലിരിക്കുന്നത്. അങ്ങനെ തിരിച്ച് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓക്കെ. പക്ഷെ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട ബർത്ത്ഡേ ആണ്. കുഞ്ഞിന് അസുഖം വരുമ്പോൾ നമുക്ക് പിന്നെ സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അത് പെട്ടെന്ന് വെറുതെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ശ്രീകുട്ടിക്ക് ആ കഴിഞ്ഞ ബർത്ത്ഡേ ആലോചിക്കുന്നത് ഇഷ്ടമല്ല. അല്ലാത്ത പക്ഷം എല്ലാ ബർത്ത്ഡേയും ഭയങ്കര സന്തോഷം. പിന്നെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഇഷ്ടമല്ലായിരുന്നു തോന്നുന്നു. ഇല്ല, അതങ്ങനെ എനിക്ക് മറ്റേ മൂഡ് സ്വിങ്സും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ വിഷമമായിട്ടൊന്നും ഇല്ലല്ലോ. ഇത് നമുക്ക് മെന്റലി തളർന്നു പോയെന്ന പോലത്തെ. എനിക്ക് ഈ ബർത്ത്ഡേ അടിപൊളിയാണ്. സോ ഫാർ സോ ഗുഡ്. അതെ അതെ അടിപൊളിയാണ്. ഇനിയിപ്പോ അന്ന് ആകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അതെ, ഒരുങ്ങിയൊക്കെ നമുക്ക് പോയി. ഹസ്ബൻഡ് പേരും ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, 2-3 പ്രാവശ്യം ചോദിച്ചു. പിന്നെ കൈ വയ്യാതെ ഇരിക്കുന്നത് കൊണ്ടും പിന്നെ ആൾക്ക് അവിടെ തിരക്കുള്ളത് കൊണ്ടും നമ്മളങ്ങനെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞേക്കണേ, അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ഹലോ ഗായ്സ്, സമയം ഇപ്പോൾ 11:54. ഇനി ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേക്ക് വെറും 6 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ രാത്രി കേക്ക് മുറിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം ചേട്ടനാണെങ്കിൽ സർപ്രൈസായിട്ട് ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്.
ആ കൊച്ചിനത് അറിയത്തില്ല. കൊച്ചിൻ നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഞാനും അമ്മയും മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ബാക്കി എല്ലാവരും കിടന്നുറങ്ങി. ഞാനിപ്പോൾ ശബ്ദം കുറച്ച് സംസാരിക്കുന്നത്, രാത്രി ആയതുകൊണ്ട് നല്ലതായിട്ട് എക്കോ അടിച്ച് കേൾക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അമ്മാമ്മയ്ക്കും അച്ഛനും ഒക്കെ BP ഉള്ളതുകൊണ്ട് അവരെല്ലാവരും ഉറക്കമാണ്. വെറുതെ എന്തിനാ അവരെയും കൂടെ പാതി ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നേ എന്ന് കരുതി പിന്നെ വിളിക്കാതിരുന്നതാണ്. അപ്പം ഞാനും അമ്മയും ഇപ്പോൾ ഉണർന്നിരിപ്പുണ്ട്. അപ്പം ചേട്ടനാണെങ്കിൽ കേക്ക് അയച്ചു തന്നു, ലൈക്ക് ഓർഡർ ചെയ്ത് തന്നു. ചേട്ടന് വരാൻ പറ്റിയില്ല, അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഫുള്ള് ബിസി ആയിപ്പോയി. അതുകൊണ്ട് കേക്ക് അയച്ചു തന്നു. ഞങ്ങളിപ്പോൾ ആ കൊച്ചിനെ വിളിച്ചുണർത്തി കേക്ക് മുറിച്ച് ഞാനീ ഉറക്കവാ. അപ്പം ഞങ്ങൾ ആരെയും ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാതെ കേക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് ബാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ശ്രീകുട്ടൻ വിളിച്ചുണർത്തണം. ഇതൊരു ടാസ്ക്കാണ്, എനിക്കോ എന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. 12 ഇച്ചിരി ടൈം കൂടുതൽ. 11:56 ഇനി കുറച്ച് സമയം. 4 മിനിറ്റല്ലേ ഉള്ളൂ. യെസ്, അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഇറക്കാം. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഗൈസ്, ബാക്കി എല്ലാവരും ഉറങ്ങി. കത്തിരി എടുക്കാം. ഗൈസ് 12 മണിയായി. ചേട്ടൻ എന്താ വിളിച്ചു, ഞങ്ങളിതാ ചേട്ടനെ വിളിക്കാൻ പോവാണ്. ബാ 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 വാ വാ, സമയമില്ല. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു മിനിറ്റ് ഒന്ന് എണീക്കോ, ചേട്ടൻ വിളിക്കുന്നു. ചേട്ടായുടെ സർപ്രൈസാണ്. ചേട്ടായുടെ സർപ്രൈസ്. എന്തേലും ഞാനീ കാണണ്ടോ? ഞാനീ കണ്ടാ കഴിക്കും. അയ്യോ എന്തോ ഇത്? ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ ചിക്കുട്ടൻ. പെട്ടെന്ന് കേക്ക് മുറിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ചിക്കുട്ടൻ. എനിക്ക് ആ കൊള്ളാം. എങ്ങനെയുണ്ട് ഇപ്പോൾ? നന്നായിട്ടുണ്ട്. ഇത് കേക്ക് കണ്ടത് റിലേ പോയി. ഞാൻ എന്നെ വിളിച്ച് ഞാനായിട്ട് ഇറങ്ങിപ്പോയല്ലോ. നല്ല കേക്ക് കേട്ടോ. അറിഞ്ഞില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ. അവളെ അറിഞ്ഞില്ല. എന്നാ ഈ കേക്ക് അവളുടെ വായി പോയിനെ. അരുൺ വൈകിട്ട് എനിക്ക് ഒരു പിടിയും കൊടുത്തു. അരുണേ വൈകിട്ടാണ് ഈ കേക്ക് എത്തിച്ചത് സന്ധ്യയ്ക്ക്. അപ്പൊ നിന്നെ കാണിക്കാൻ ഞങ്ങൾ വെച്ചിരിക്കുകയായിരുന്നു. കൊള്ളാം, നല്ല കേക്ക്. വിഷമാണോ ക്രീമിരിക്കുന്നത്? ഇന്നെൻ്റെ ബർത്ത്ഡേ, അപ്പം ഞാൻ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുക. ഞാനും അമ്മയും ചോട്ടും മാത്രമേ പോകുന്നുള്ളൂ. ഞാനിനെ കൊണ്ടുപോകുന്നില്ല, ആൾക്ക് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ടേ ഇപ്പം കൊണ്ടുപോകണില്ല. ഇത്രയും ഇന്നാണെങ്കിലും ഇവിടെ വെയിലും ഇല്ല, നല്ല മഴക്കോട് പോലെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ എണീപ്പിച്ച് കുളിച്ചിട്ട് ഇനി അടുത്ത അസുഖം കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആൾക്ക് പെട്ടെന്നൊരു ജലദോഷം വന്നു, അപ്പോൾ ഞാനിനെ കൊണ്ടുപോകണില്ല. അപ്പോൾ ആൾ എണീക്കുന്ന മുന്നേ ഞാൻ പോയിട്ട് വരാം. ഇന്നെൻ്റെ നക്ഷത്രമല്ല, നക്ഷത്രം വരുന്നത് ഓഗസ്റ്റ് 12 13 അങ്ങനെ എന്തോ. അപ്പോൾ അങ്ങോട്ട് പോവാം. ചോട്ടു ഇറങ്ങുന്നുണ്ടാവും, അവിടെ കുറച്ച് വൈകിട്ടേ ഇറങ്ങാറുള്ളൂ. അപ്പോൾ പിന്നെ ആ നേരം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അത് ഷാമ്പു ചെയ്തില്ലേ? അത് ചെയ്തോ? കണ്ടീഷണർ ഇട്ടാൽ മതി അമ്മ, അപ്പം സ്മൂത്തായിട്ട് കിടക്കും.
എന്നിട്ട് കഴുകി കൊടുക്കുക. ബൈ. പോയിട്ട് വരും. പൂവൊക്കെ എടുത്താൽ പൂവൊക്കെ. അയ്യോ കോയിൻ എടുത്തില്ല. ഓക്കെ. ഞാനേ കാണാം. എന്നിട്ട് കൈ പിടിക്കും. തന്റെ മുടി ഒന്ന് മാറ്റുക. തന്നെ മോൻ കണ്ടുവിടാ. മുടി കാരണം കണ്ടുവിടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഓബൈ തമാരയിൽ ഡിന്നർ കഴിക്കാൻ വന്നേക്കുവാണ്. എന്താ ഇത് ഒരാൾ ഷോക്കായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. എന്റെ കണ്ണ് വേദന എടുക്കുന്ന കാര്യം ഞാനീനെ കാണിച്ചു തരാം. ഞാനീ കേൾക്കണില്ല അവള്. ഞാനീ ഇവിടെ അയ്യോ ചോട്ടു എവിടെ? ചോട്ടു പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആക്ച്വലി എൻ്റെ ഇറങ്ങുന്ന വരെ കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ് എൻ്റെ കണ്ണുറങ്ങെങ്കിലും ഒരു വേദന കണ്ണുതായ അറിയായിരുന്നു. വീഡിയോയിൽ എൻ്റെത് കാണിച്ചു കൊടുത്തില്ല. അയ്യോ സോറി, ഞാൻ കാണിച്ചില്ല. കണ്ടോ? ഇതാണ് ഔട്ട്ഫിറ്റ്. നോക്കുക, ദൂരെ പോയി. ദിസ് ഇസ് ഔട്ട്ഫിറ്റ് ഓഫ് ശ്രീകുട്ടൻ. നല്ല ഔട്ട്ഫിറ്റ് ആണെങ്കിൽ കമന്റ് ചെയ്യുക. ഞങ്ങളിവിടെ ഫോട്ടോ എടുത്തു. ആ ഞാനീ കളിക്കാൻ പോകണം. എവിടെ? അയ്യോ ഇത് നമുക്ക് കളിക്കാൻ പറ്റില്ലടാ. നമുക്ക് സ്വിമ്മിങ് ഡ്രസ് എടുത്തില്ല. ക്യാനിന്റെ കോസ്റ്റ്യൂം ഒന്നും എടുത്തിട്ടില്ല. ആ അച്ഛൻ വരുമ്പോ നമുക്ക്. ആ ഈ ഡ്രസ്സിൽ നമുക്ക് കളിക്കാൻ പറ്റില്ലടാ. എന്ത് പറ്റി കാലില്? ആ ചെരുപ്പിട്ട ഉടനെ കാല് മാറ്റി, ചെരുപ്പ് മാറ്റി, വേദന എടുക്കാൻ പറഞ്ഞു. നമുക്ക് ഇനി സോക്സ് ഇട്ടാലോ? ഇതാ ഇത് കഴിക്കട്ടോ. അടുത്ത കഴിക്കും. കൊള്ളാവല്ല. അവിടെ ആ അറ്റത്ത് നിന്നാ. ചിക്കൻ ബിരിയാണി പറഞ്ഞു. അമ്മാമ്മ എന്താ പറഞ്ഞ? പൊറോട്ട. കൊള്ളാം. ഞാനിക്ക് ഒരു കുഞ്ഞു പ്ലേറ്റിൽ ബിരിയാണി ഉണ്ട്. കൊള്ളാം. അത് അപ്പൂനുള്ള വേറുണ്ട് ഒരു കവർ. ഒരു കവർ കൊണ്ട് കൊടുക്കണ്ടേ? മാമ കൊടുക്കണ്ടേ? ആ അപ്പൊ നമുക്ക് കൊള്ളാന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ കൊടുക്കുക. എവിടെ ഇത് കാണത്തേ ഇല്ല. അവിടെ നിന്ന് അപ്പുറത്ത് പോവും, ഇവിടെ നിന്ന് ഇപ്പുറത്ത് പോവും. ഞാനൊരു ബൈ കൊടുക്ക്. ഒരു ബൈ കൊടുക്ക്. ബൈ ഉമ്മ.